പോളീസാണ് ഒന്നും പറയണ്ട. ഷങ്ങാഞ്ചി വിടല്ലേ, പിടിച്ചോ. എവിടെ വാ വാ വാ, കുറച്ചു നേരം കഷ്ടപ്പെടുത്തിക്കുന്ന സാധനം കയറി മോനെ. പോളി ഇതുണ്ടോ നമ്മുടെ ഫ്രോഗിൽ കയറിയ സാധനം കണ്ടിട്ടല്ലേ. ബ്രാല് പാലേറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മോനെ. അതെന്തേ കുറച്ച് പൊറോട്ടയും മേടിച്ചു നമ്മുടെ ചെമ്പു ഹോട്ടലിൽ നിന്ന്. മാഹിൻ്റെ പൊറോട്ട എന്താവും എന്തോ, ഒന്നും പറയാനില്ല. മാഹിനെ പോലെ ഇവിടെ സുന്ദരനാവും. വീണ്ടും അല്ലേ, വീണ്ടും ഒരു മീൻപിടുത്തത്തിലേക്ക് സ്വാഗതം. കൊമ്പന്മാരെ പിടിക്കാൻ അന്തോച്ചനുണ്ട്, ഷാൻജിയുണ്ട്. ഷാൻജി എറിഞ്ഞോ, ഒന്നും നോക്കണ്ട. കുറേ പോകുന്ന അടിച്ചിട്ട് കയ്യിൽ നിന്ന് പോയി. എന്തായാലും കിട്ടും നമുക്ക്, ഇപ്പോൾ പ്രതീക്ഷയുണ്ട്. നിങ്ങളിത് ഈ കാല് ശ്രദ്ധിച്ചാൽ കാല് എന്താണ്, കണ്ണ് പഴുത്ത് മണ്ടാരോടിക്കണമെന്ന് പറഞ്ഞാൽ കാല് പഴുത്തിരിക്കണം. എന്നിട്ട് അതും കെട്ടി വെച്ചിട്ട് വന്നേക്കണേ ചൂണ്ടപ്രാന്തന്മാരെന്ന് പറയുന്നത് ഇതാണ്. ഷാൻജി ഒന്ന് വെറുതെ കാണാൻ നോക്കിയേ, നോക്കില്ല. വന്നാലും നമ്മൾ തോൽക്കരുത്, നമ്മളിന്ന് പിടിച്ച് കയറ്റിയിട്ടേ പോകുള്ളൂ. വേറെ ആരും ഇല്ല, മേളില് ലൈനിൽ കയറരുത്. എന്ത് നമ്മൾ ചെയ്യരുതെന്ന് പറഞ്ഞു, അത് അപ്പം തന്നെ ചെയ്യും. കണ്ടല്ലോ അല്ലേ. എന്തായാലും നമ്മൾ കുറേ നേരം എറിയണം. ഒരെണ്ണം അടിച്ചിട്ട് ചാടിപ്പോയി എന്നല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. പാലത്തിൻ്റെ അടി കൂടി പോണൊരു വിഷയമുണ്ട്. തൊട്ടപ്പുറത്ത് കുതിര കുഞ്ഞിക്കണ്ട കേട്ടോ, അതിനോട് കാണിച്ചു തരാം. ഷാൻജിയും വിഷമത്തിലാണ്, ഒരെണ്ണം അടിച്ചത് കയ്യിൽ നിന്ന് പോയി. അപ്പോൾ എന്തായാലും നമ്മൾ പിടിച്ചിട്ടേ തിരിച്ച് കയറുള്ളൂ. അത് വേറെ കാര്യം. പിടിച്ചാലല്ലേ എനിക്കൊരു വീഡിയോ കിട്ടി നിങ്ങളെയൊക്കെ കാണിക്കാനും പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും കുതിരേനൊന്നും കാണിച്ചിട്ട് അവൻ അവിടെ കുനിഞ്ഞ് നിന്നാണ് തിന്നുകൊണ്ടിരിക്കുകയാണ്. അവനിപ്പോൾ ഈ വിഷ്വലിൻ്റെ ഇടയിൽ ഒന്ന് തല പൊക്കി ചെയ്യും, നല്ലൊരു ഭംഗിയുള്ളൊരു ഇത് കിട്ടിയാണ്. പക്ഷേ എന്ത് ചെയ്യാം, അവൻ പൊക്കിയില്ല തല. അപ്പുറത്ത് നമ്മുടെ മുരളിച്ചേട്ടൻ നിൽക്കുന്നുണ്ട്, പായലൊക്കെ ഒതുക്കി പുള്ളിക്കാരൻ അങ്ങനെ നിൽക്കണേണ്. അപ്പം നമുക്കും കുറച്ച് പായലൊക്കെ ഒതുക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ സ്ഥിരം സ്പോട്ടിലേക്ക്. അങ്ങനെ സ്ഥിരം സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഒന്ന് ഇവിടെ എറിഞ്ഞ് നോക്കട്ടെ. ഇവിടെ എറിഞ്ഞപ്പോഴാണ് മോനൊരു സാധനം കിട്ടിയത്, കാണിച്ചു തരാം. വാ, നമ്മുടെ സ്ഥിരം സ്പോട്ടിലെത്തിയിട്ട് ഒരു മീനും കയറണില്ല കേട്ടോ. ആകെ എന്താ പറയുക, നമുക്കൊരു വിഷമം പോയി. കാരണം വന്നിട്ടൊരു മീനും കിട്ടിയില്ല. വീഡിയോ കിട്ടണമെങ്കിൽ മീൻ കിട്ടണ്ടേ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോനെ നമ്മുടെ ഷാൻജി വീണ്ടും, ഒന്നും പറയാനില്ല. ഷാൻജിയേട്ടൻ, ഞാൻ വരുമ്പോൾ ഷാൻജിയേട്ടനാണ് ഐശ്വര്യം. ഷാൻജിയേട്ടനെ പിടിക്കുള്ളൂ ആ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും കുറേ നേരം എറിഞ്ഞ് ഒന്നും കിട്ടണമെന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ ഒരു സാധനം കിട്ടി. അത് നിങ്ങളെ നേരിട്ട് ഇപ്പോൾ കാണിച്ചു തരാം, കണ്ടോ കേട്ടോ. എന്തായാലും നമ്മളെ നിരുത്സാഹപ്പെടുത്തിയില്ല. ഒന്നുകൂടി ചാമ്പ് പോളീസാണ് ഒന്നും പറയണ്ട. ഷങ്ങാഞ്ചി വിടല്ലേ, പിടിച്ചോ. എവിടെ വാ വാ വാ, കുറച്ചു നേരം കഷ്ടപ്പെടുത്തിക്കുന്ന സാധനം കയറി മോനെ. പോളി വാവ്, ചാടിപ്പോലേട്ടാ. കാണിച്ചേ കൊമ്പനെ പിടിച്ചോ, കൊമ്പനെ കാണിച്ചേ. വാ, ഇങ്ങോട്ട് നോക്കിയേ, പിടിച്ചേ. ഇങ്ങോട്ട് നോക്ക്, കൊച്ചിന് നാണം വരും പിടിച്ചു കഴിഞ്ഞാൽ. അത് ഇങ്ങോട്ട് നോക്ക്, നാണമൊന്നുമില്ല. ഇതുണ്ടോ നമ്മുടെ ഫ്രോഗിൽ കയറിയ സാധനം കണ്ടിട്ടല്ലേ. ഒരു എത്ര കിലോ ഉണ്ടായി ചേട്ടാ? 1.5 കിലോ. 1.5 മുക്കാലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഊഹഞ്ചേരിയാണ്, ഞാൻ എൻ്റെ ഊഹഞ്ചേരിയാണെന്ന് അറിയാൻ വേണ്ടിയ. എന്തായാലും പൊളിച്ച് അടിപൊളി. നമ്മള് അന്തോച്ചൻ്റെ സ്പെഷ്യല് അല്ലേ, ബ്രാല് പാലേറിയ. ബ്രാല് പാലേറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മോനെ. അതെന്തേ കുറച്ച് പൊറോട്ടയും മേടിച്ച് നമ്മുടെ ചെമ്പു ഹോട്ടലിൽ നിന്ന്. മാഹിൻ്റെ പൊറോട്ട എന്താവും എന്തോ, ഒന്നും പറയാനില്ല. മാഹിനെ പോലെ ഇവിടെ സുന്ദരനാവും. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് ഇവർ കഴിഞ്ഞ ദിവസം പിടിച്ച ബ്രാലാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും എന്താണ് ബ്രാല് പാലേറി വെച്ചിട്ടുണ്ട്. നാടനാണ്, നാടൻ ബ്രാല്. പിന്നെ ഞാൻ നാളെ ചാടി നടക്കൂല ഇതൊക്കെ കഴിച്ചിട്ട്. ഒരാൾ ചാടി നടന്നതിൻ്റെ കാണുന്നത്. എടേ അങ്ങനെ കഴിക്കരുത്, എങ്ങനെ ഉണ്ടെന്ന് പറ. അന്തോച്ചിനുണ്ടാക്കി അന്തോച്ചിനോട് കഴിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഒരു പീസ് പിടിച്ചേ. എന്നിട്ട് ഒരു പീസ് പിടിച്ചിട്ട് ചേട്ടൻ ആ പൊറോട്ട ചേർത്ത് അടിച്ചിട്ട് പറഞ്ഞ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞേ. അതേ സൈസ് കാണിച്ചേ, അത് കാണിച്ചില്ല. ശരിയാണ് സൈസ്. ആ പൊറോട്ട ചേർത്തൊന്ന് പിടിച്ചേ, എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞേ. ചാറ് മുക്കിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ മീൻ മുക്കുക പിന്നെ ടേസ്റ്റ് പറയാനല്ല. എങ്ങനെയുണ്ടെന്ന് പറയാം. കേട്ടോ, ഒരു മിനിറ്റ്. എങ്ങനെയുണ്ട്?
അയ്യോ അന്തോച്ചൻ്റെ പിന്നെ കറി നമ്മൾ പറയേണ്ട കാര്യമില്ല, പൊളിയായിരിക്കും. എന്നാലും ചോദിച്ചെന്നുള്ളൂ വെറുതെ. പിന്നെ ഇത് ആര് പിടിച്ചവരായിരുന്നു തന്നു? അന്തപ്പൻ അന്നപ്പം പിടിച്ചോളും. അവിടെ നമ്മൾ തന്നെ പിടിച്ചു കൊടുത്ത് നമ്മളെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിച്ചാന്നറിയാൻ വേണ്ടിയാ. അന്തോച്ച അന്ന് നോക്കിയാൽ അന്തോച്ചനെ കാണിക്കാണ്ട് വീഡിയോ പോയാൽ ശരിയല്ലല്ലോ, മോശമല്ലേ? അന്തോച്ചൻ പിടിച്ചപ്പോൾ ആരാണ് നമുക്ക് കറി വെച്ച് കൊണ്ടുവന്നാണ്. എന്തായാലും കിടിലൻ സാധനമാണെന്ന് കേട്ട് ഞാനും കഴിച്ചു നോക്കട്ടെ. 3 പടപടാന്ന് പറഞ്ഞ് പിടിച്ചു. അല്ലേ, 3 കിട്ടിയത് ഇന്നലെ. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്തിട്ടേക്കുക. അപ്പോൾ അടുത്തൊരു ഇതേപോലെയുള്ളൊരു കിടിലൻ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ട ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണാം. ബൈ, താങ്ക് യു.